വാഴച്ചാൽ ഫോറസ്റ്റ് സ്റ്റേഷനെല്ലാം കഴിഞ്ഞ് ഒരു 10-15 കിലോമീറ്റർ മുമ്പോട്ട് പോയി കാണും. അപ്പോഴാണ് വഴിയുടെ സൈഡിൽ തന്നെ ഒരു കാട്ടാനക്കൂട്ടം. കുറച്ച് നീളം കൂടിയ വളവായിരുന്നതുകൊണ്ട് ആനകളെ കുറച്ച് നേരത്തെ കാണാനും വണ്ടി നിർത്താനും പറ്റി. പക്ഷെ ഇനി അങ്ങോട്ട് മുമ്പോട്ടുള്ള യാത്രയിൽ ഇതല്ല അവസ്ഥ. ആതിരപ്പള്ളിയിൽ നിന്ന് ഇനി മലക്കപ്പാറ വരെ ബ്ലൈൻഡ് സ്പോട്ടുകളും കൊടും വളവുകളുമാണ്. അതിൻ്റെ ഒപ്പം നല്ല മഴയും. ഒരു ആതിരപ്പള്ളി വാൽപ്പാറ റൈഡ് മഴക്കാലത്ത് പോകണമെന്ന് കുറേ നാളായിട്ടുള്ള പ്ലാനായിരുന്നു. അത് നടന്നത് ഈ കഴിഞ്ഞ ആഴ്ചയാണ് മാത്രം. ഒറ്റയ്ക്ക് ഈ കൊടുങ്കാട്ടിൽ കൂടി പോകുന്നതിന് പല പല റിസ്ക് ഉണ്ടെങ്കിലും ഇതെല്ലാം കൂടി ഒരുമിച്ച് വരുമെന്ന് ഞാൻ കരുതിയില്ല. ആന വഴി മുടക്കി, പിന്നെ മലക്കപ്പാറ വരെ ഇടയ്ക്കിടയ്ക്ക് മരങ്ങൾ വീണുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് ഈ പെരുമഴയത്ത് തന്നെ വാൽപ്പാറയിലെത്തി റൂമെടുത്ത് ഒരു ബിരിയാണി എല്ലാം കഴിച്ച് കിടന്നുറങ്ങിയതിൻ്റെ സുഖം ഒരു പ്രത്യേക സുഖമായിരുന്നു. വാൽപ്പാറയിലും നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ നല്ല മഴയാണ് ഈ സമയത്ത്. അങ്ങനെ ആ മഴയത്ത് അവിടെ ഒരു രാത്രി സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് പൊള്ളാച്ചി തൃശ്ശൂർ വഴിയാണ് എറണാകുളത്തേക്ക് വന്നത്. നേരത്തെ പോകാമെന്ന് കരുതി രാവിലെ 4:30 ആയപ്പോഴത്തേക്ക് റെഡി ആയെങ്കിലും മഴയൊന്ന് കുറയട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്ത് 6 മണിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. വണ്ടിയൊക്കെ സർവീസ് ചെയ്ത് സെറ്റാക്കിയിട്ടാണ് പോണത്. കാരണം ഇടയ്ക്ക് പെട്ടുപോയ ഹെൽപ്പിനൊന്നും യാതൊരു വഴിയില്ല. കുറച്ച് ധൈര്യവും കുറച്ച് പേടിയും പിന്നെ ഫുൾ എക്സൈറ്റ്മെൻറ്റും, അത് മാത്രമാണ് കൂടെ ഉള്ളത്. അങ്കമാലിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ശരിക്കും നേരം വെളുത്തു. അതിൻ്റെ ഒപ്പം നല്ല മഴ വന്നും പോയിരിപ്പുണ്ട്. ഈ കരയാമ്പറമ്പ് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഈ സിഗ്നലിൽ നിന്ന് റൈറ്റ് എടുത്താൽ നമുക്ക് നേരെ ഏഴാറ്റുമുഖത്ത് നിന്ന് കയറാം. നമ്മൾ ഈ റോഡ് കയറി കുറച്ചങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കും വീടുകളെല്ലാം പതിയെ പതിയെ കുറഞ്ഞു വരും. പിന്നെ പതിയെ കാട്ടിലോട്ട് കയറിയ ഫീലാവും. ഏഴാറ്റുമുഖം എത്തുമ്പോഴത്തേക്കും ഫുൾ കാട്ടിലെത്തിയൊരു ഫീൽ തന്നെയാണ്. ശരിക്കും ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് കുറച്ച് അകത്തേക്ക് പോകണം. അപ്പോഴാണ് ഹാങ്ങിങ് ബ്രിഡ്ജും പിന്നെ ചാലക്കുടി പുഴയുടെ തീരത്തേക്കെല്ലാം നമുക്ക് പോകാൻ പറ്റുന്നത്. പക്ഷെ എനിക്കിന്ന് വാൽപ്പാറ വരെ എത്തുന്നതുകൊണ്ട് ഞാൻ അതിന് നിർത്തിയില്ല. ഏഴാറ്റുമുഖത്ത് നമ്മൾ ഈ ചാലക്കുടി പുഴ ചേർന്ന് ഇങ്ങനെ പോകുമ്പോൾ എപ്പോഴും കാണുന്നതാണ് ഈ 2 സൈഡിലും എണ്ണപ്പനത്തോട്ടങ്ങൾ. 1980-90 സമയത്ത് ഗവൺമെന്റ് തന്നെയാണ് ഈ എണ്ണപ്പനയുടെ കൃഷി ഇവിടെ തുടങ്ങിയത്. നല്ല മഴ കിട്ടുന്ന സ്ഥലത്ത് ഈ എണ്ണപ്പനകൾ ശരിക്കും വളരും എന്നുള്ളത് കൊണ്ടായിരിക്കും ഇവിടെ തന്നെ ചൂസ് ചെയ്തത്. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഓഫ് കേരളയാണ് ഇതിനെ മാനേജ് ചെയ്യുന്നത്. അങ്ങനെ പോയി കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നേരെ വെറ്റിലപ്പാറ ബ്രിഡ്ജ് എത്തും. ഇവിടെ വെച്ച് വേണമെങ്കിൽ നമ്മൾ ചാലക്കുടിയിൽ നിന്ന് ആതിരപ്പള്ളിയിലേക്ക് കടക്കുകയാണെന്ന് പറയാം. ഇവിടെ എപ്പോൾ വന്നാലും ഈ വ്യൂ നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇത്രയും നേരം ക്രോസ് ചെയ്ത് വന്ന എണ്ണപ്പനത്തോട്ടങ്ങളും പിന്നെ പുഴയുടെ ഒരു വൈഡ് ആംഗിളും ഒക്കെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാം. ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ക്രോസ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് വരുന്ന വെള്ളമാണിത്. ഇവിടുന്ന് നേരെ പോയി പെരിയാറായിട്ട് മിക്സ് ചെയ്ത് നേരെ അറബിക്കടലിലേക്ക്. അപ്പോഴത്തേക്കും നല്ല മഴ തുടങ്ങി. ഞാൻ നേരെ സിൽവർ സ്റ്റോമിന്റെ ഫ്രണ്ടിൽ കൂടി ആതിരപ്പള്ളിയിലേക്ക് വിട്ടു. ഇവിടുന്ന് ഒരു 12-14 കിലോമീറ്റർ പോയാൽ നമ്മൾ നേരെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ ഫ്രണ്ടിലെത്തും. ഈ ഏഴാറ്റുമുഖം ആതിരപ്പള്ളി സ്ട്രെച്ച് ഒരു പ്രത്യേക മൂഡാണ് വണ്ടി ഓടിക്കാൻ, പ്രത്യേകിച്ച് രാവിലെ ആണെങ്കിൽ. ഇത്ര നേരം ചാലക്കുടി പുഴ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിരുന്നല്ലോ, ഇനി റൈറ്റ് സൈഡിലായിരിക്കും. ലെഫ്റ്റ് സൈഡിൽ പിന്നെ കൊടുങ്കാടും വീടുകളും കടകളും ഒക്കെ ലെഫ്റ്റ് സൈഡിൽ കാണാമെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിലേക്ക് പിന്നെ ഫുൾ കാടാണ്.
നല്ല മഴ ആയതുകൊണ്ട് ഈ ക്യാമറയുടെ ലെൻസിൽ തന്നെ വെള്ളം തട്ടിയെന്നത് പിന്നെയാണ് ഞാൻ ശ്രദ്ധിച്ചത്. എന്തായാലും മഴയല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അതെല്ലാം മാറും ചെയ്തു. ഈ ചാലക്കുടി പുഴ ആനമുടിയിലെ മലകളിൽ നിന്നൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഷോളയാർ ഫോറസ്റ്റ് മുഴുവൻ കവർ ചെയ്ത് വന്നിട്ടാണ് ആതിരപ്പള്ളിയിലെത്തി നേരെ താഴേക്ക് വീഴുന്നത്. ഇവിടെ ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്റ്റ് വരാൻ പോകുന്നു എന്ന് കുറച്ച് നാളായി പറയുന്നു. പക്ഷെ ഒരു 10 വർഷം മുമ്പായിരിക്കും അത് ഷെൽഫ് കയറ്റി വെച്ചത്. പക്ഷേ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വീണ്ടും KICB അത് കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നു എന്നൊരു ന്യൂസ് ഉണ്ടായിരുന്നു. ഇവിടുന്ന് ഒരു 5 കിലോമീറ്ററും കൂടി ഉള്ളൂ വാഴച്ചാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലേക്ക്. ഈ ഏരിയയിലൊക്കെ എത്തുമ്പോഴേക്കും നമ്മൾ ശരിക്കും ഒരു കാടിനകത്തേക്ക് കയറിയൊരു ഫീലല്ല, ശരിക്കും കാട് തന്നെയാണ്. വാഴച്ചാൽ ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്നൊരു സ്ലിപ്പ് വരും. ആ സ്ലിപ്പ് നമ്മൾ നേരെ മലക്കപ്പാറയിലെത്തി അവിടുത്തെ ചെക്ക് പോസ്റ്റിൽ കാണിച്ചിട്ടാണ് പിന്നെ അവിടെ നിന്ന് വാൽപ്പാറയ്ക്ക് പോകേണ്ടത്. ഇതാണ് വാഴച്ചാൽ ഫോറസ്റ്റ് സ്റ്റേഷൻ. എന്നോട് ഇവിടുത്തെ ഓഫീസർ 3-4 വട്ടം ചോദിച്ചു പോകണം എന്ന് ഉറപ്പാണോ എന്ന്. കാരണം ഇന്ന് വേറെ ബൈക്കുകളൊന്നും പോയിട്ടില്ല. പിന്നെ നല്ല മഴയാണ് അകത്തേക്ക്. മരങ്ങളെല്ലാം വീഴാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. വേനൽ സമയത്ത് ഒരു റൈഡിന് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് പുള്ളി പറഞ്ഞത്. എന്തായാലും ഞാൻ സ്ലിപ്പൊക്കെ എടുത്ത് നേരെ വണ്ടി വിട്ടു. അങ്ങനെ പോയി ഈ വാഴച്ചാൽ പാലം ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് പുഴ കാണാൻ പറ്റൂല. കാരണം അത് ഈ പാലം ക്രോസ് ചെയ്ത് പെരിങ്ങൽകുത്ത് ഡാമായിട്ട് കണക്റ്റ് ആവും. ശരിക്കും നമ്മളീ പോകുന്നതിൻ്റെ ഇടത്തെ സൈഡിലാണ് പെരിങ്ങൽകുത്ത് ഡാം. ഈ പാലം കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ശരിക്കും ഷോളയാർ ഫോറസ്റ്റിൻ്റെ അകത്തെത്തി. എന്നാലും ഇനി പുളിയപ്പാറ ജംഗ്ഷനും കൂടി ഉണ്ട്. അവിടെ നിന്ന് ഫുഡൊന്നും കഴിക്കാത്തവർക്ക് കഴിക്കാം. അതും കഴിഞ്ഞാൽ പിന്നെ മലക്കപ്പാറ എത്തണം. എന്തിനും അതിൻ്റെ ഇടയ്ക്ക് പെട്ടു. നമ്മൾ എന്തൊക്കെ ആവശ്യം കാണിച്ചാലും പറഞ്ഞാലും ഈ വളവുകളൊക്കെ വളയുമ്പോൾ ചെറുതായിട്ടും ചങ്കിടിക്കും. കാരണം എന്തെങ്കിലും ആനിമൽസൊക്കെ റോഡിൽ നിൽപ്പുണ്ടെങ്കിൽ ബ്രേക്ക് പിടിക്കാനുള്ളൊരു ഗ്യാപ്പെങ്കിലും വേണ്ടേ. കാറല്ലാത്തതുകൊണ്ട് നിർത്തിയിട്ട് അത് ഇരിക്കാനും പറ്റൂല. നിർത്തി വളയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഇറങ്ങി ഓടേണ്ടി വരും. മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് വിസിബിലിറ്റിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ആന വന്നപ്പോൾ എന്ത് ചെയ്യും, വരില്ലായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് ഞാൻ പതിയെ പെരിങ്ങൽകുത്ത് റിസർവോയറെല്ലാം ക്രോസ് ചെയ്ത് ഒരു നീണ്ട വളവൊക്കെ വളഞ്ഞ് നേരെ ഓടിച്ചു തന്നത് ഒരു ആനക്കൂട്ടത്തിൻ്റെ മുമ്പിലേക്ക് തന്നെയായിരുന്നു. എൻ്റെയും ബൈക്കിൻ്റെയും ഭാഗ്യത്തിന് അതൊരു നീണ്ട് നിവർന്നടക്കുന്ന വളവായിരുന്നു. നമ്മൾ ഈ ഗോപ്രോയിലെ സൂപ്പർ വി മോഡിൽ കാണുമ്പോൾ ചിലർക്കെങ്കിലും തോന്നും, ഓ ആന കുറച്ച് ദൂരത്ത് റോഡിൽ നിന്ന് സൈഡിൽ ഇറങ്ങിയാലേ നിൽക്കണേ, ഓടിച്ചങ്ങോട്ട് പോകാമല്ലോ എന്ന്. എനിക്ക് മുമ്പ് 2 കാറുകാർ പോയിട്ടുണ്ടെന്നാണ് ഫോറസ്റ്റ് ഓഫീസർ ചെക്ക് പോസ്റ്റിൽ വെച്ച് പറഞ്ഞത്. അവരെന്തായാലും നൈസായിട്ട് എടുത്തുകൊണ്ട് പോയി കാണും. പക്ഷെ ഞാനത് ചെയ്യാൻ നിന്നാൽ 8ൻ്റെ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്തു.
അതുങ്ങൾ നേരെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ നേരെ വണ്ടി തിരിച്ച് സൈഡാക്കി. ഈ ഏരിയ മുഴുവൻ സത്യം പറഞ്ഞാൽ ഒരു ആന മണമുണ്ട്. ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ സൈഡിലെങ്ങനെ വേറെ ആനകൾ നിൽപ്പുണ്ടോ എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഡൗട്ട്. ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് 2 കാറുകൾ ഒരുമിച്ച് വന്നത്. അങ്ങനെ ഞാനും പതിയെ അവരുടെ പുറകെ പോയി. അപ്പോഴേക്കും ആനകൾ കുറച്ച് താഴേക്ക് ഇറങ്ങി മാറിയായിരുന്നു. എൻ്റെ നിപ്പ് കണ്ട് വണ്ടി അടിച്ചിട്ടായിരിക്കും മുമ്പിൽ പോയ വണ്ടികളൊന്നും നിർത്തി ആനയുണ്ടെന്ന് ഉറപ്പിച്ചിട്ട് നേരെ റിവേഴ്സ് പോയി. ആ സ്പോട്ടിലേക്ക് തന്നെ 5-6 ഉണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും അവർ നേരെ റിവേഴ്സ് പോയി. നമ്മളീ പോകുന്നത് ഷോളയാർ ഫോറസ്റ്റ് റിസർവിൻ്റെ അകത്ത് കൂടെയാണെന്ന് പറയാം. പശ്ചിമഘട്ടത്തിലെ ആനമലൈ ഹിൽസിൻ്റെ ഭാഗമാണ് ഈ ഫോറസ്റ്റ് റിസർവ്. നമ്മുടെ വാഴച്ചാൽ ഫോറസ്റ്റ് ഡിവിഷൻ, അതായത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റൂട്ട്, ഈ ഏരിയയൊക്കെ ഈ ഷോളയാർ ഫോറസ്റ്റ് റിസർവിൻ്റെ ഒരു പാർട്ടാണ്. നമ്മൾ മാപ്പ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും പറമ്പികളൊക്കെ ഇങ്ങോട്ട് ഡയറക്റ്റായിട്ട് കാട് വഴി കണക്റ്റഡ് ആണ്. അതായത് കടുവകളുടെയൊക്കെ മൂവ്മെൻറ്റ്സ് ഉള്ള സ്ഥലങ്ങളാണ്. പക്ഷേ കടുവകളെ സ്പോട്ട് ചെയ്യുന്നത് കൂടുതലും വാൽപ്പാറ സൈഡിലാണെന്ന് മാത്രം. ഈ വാഴച്ചാൽ മലക്കപ്പാറ റൂട്ടിൽ കടുവകൾ തന്നെ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഏരിയയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ആനമലൈ പറമ്പിക്കുളം എലിഫന്റ് കോറിഡോറിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടായിരിക്കും ഇവിടെ ഇത്ര ആനകളുള്ളത് എപ്പോഴും. അങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഒരു സ്ഥലത്ത് ഒരു ചെറിയ മരം വീണെടുപ്പുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എത്തിയപ്പോഴത്തേക്കും മുന്നിൽ പോയ കുറച്ച് കാറിലുണ്ടായിരുന്നവരൊക്കെ അടുത്ത് മാറ്റിയിട്ടായിരുന്നു. ഒരു പോസ്റ്റ് വീഴാൻ റെഡി ആയിട്ട് നിൽക്കണുണ്ടല്ലേ. മഴക്കാലത്ത് മെയിൻ പ്രശ്നങ്ങൾ ശരിക്കും മൃഗങ്ങളെക്കാളും ഇതൊക്കെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മരം വീണുകൊണ്ട് അവിടെ കുറച്ച് സമയം പോയി. അതുകൊണ്ട് പിന്നെ കുറച്ച് നേരം കാറുകളുടെ പുറകെയും കൂടെയൊക്കെ ഫോളോ ചെയ്ത് പോകേണ്ടി വന്നു. എന്നും രാവിലെ കുറച്ച് കാറുകൾ പോയതിന് ശേഷം മാത്രമാണ് നമ്മുടെ ഈ റൂട്ടിൽ 2 വീലേഴ്സിനെ കടത്തി വിടുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു റോഡിൻ്റെ നടുക്കെല്ലാം മൃഗങ്ങളൊക്കെ നിൽപ്പുണ്ടെങ്കിൽ ഒട്ടുമിക്കവാറും നമ്മൾ 2 വീലറും കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും അവർ സൈഡിലേക്കൊന്ന് മാറി കാണാനാണ് ചാൻസ്. നമ്മളീ പോകുന്ന റോഡില് ഇതിപ്പോൾ പെരിങ്ങൽകുത്ത് റിസർവോയറിൻ്റെ ആ ഏരിയ എന്നൊക്കെ മാറി ലോവർ ഷോളയാർ ഡാമിലേക്ക് പോകുന്ന സ്ട്രെച്ചാണ്. ആ ഒരു കണക്ക് വെച്ച് നോക്കിയാൽ നമ്മുടെ റൈറ്റ് സൈഡിൽ പാരലായിട്ട് ഇടമലയാർ ഡാമും പിന്നെ വെറുതെ ഒരു എയർ ഡിസ്റ്റൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്താൽ പൂയംകുട്ടി, കുട്ടമ്പുഴ, തട്ടേക്കാടെല്ലാം വരും. പക്ഷെ ഇതൊക്കെ നല്ല ദൂരത്ത് കാട് വഴിയുള്ള കണക്ഷനാണെന്ന് മാത്രം. അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ലെഫ്റ്റ് സൈഡിൽ നെല്ലിയാമ്പതി റിസർവ് ഫോറസ്റ്റും വരും. അടുത്തതൊരു വലിയ മരം റോഡിൻ്റെ നടുക്ക് തന്നെ വീണടപ്പുണ്ടായിരുന്നു. കാറിൽ വന്ന എല്ലാവരും കൂടി വന്നിട്ട് ഒരുമിച്ചൊരു 30 മിനിറ്റ് എടുത്തിട്ടാണ് സൈഡിലേക്ക് മാറ്റിയിട്ടത്.
ഈ ആതിരപ്പള്ളി വാൽപ്പാറ റൂട്ടിന് നമുക്ക് സൗത്ത് ഇന്ത്യയിലെ എക്കോളജിക്കലി വളരെ റിച്ച് ആയിട്ടുള്ള ഏരിയ ആണെന്ന് പറയാം. നമ്മുടെ കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് തുടങ്ങി തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലേക്കാണ് ഈ റോഡ് ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുന്നത്. അതിനെ ഒന്നും കൂടി ബ്രേക്ക് ഡൗൺ ചെയ്താൽ ആതിരപ്പള്ളിയിൽ നിന്ന് തുടങ്ങി വാഴച്ചാൽ വഴി ഇപ്പം നമ്മൾ പോകുന്ന ഷോളയാർ ഫോറസ്റ്റ് റേഞ്ചിലേക്ക് കിടക്കും. ഈ ഷോളയാർ ഫോറസ്റ്റ് റേഞ്ച് നമ്മുടെ പറമ്പിക്കുളം ടൈഗർ റിസർവ് ബഫർ സോണിൽ പെടുന്നതാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് വേറെന്തോ ഒരു പ്രശ്നം കൂടിയുണ്ട്. മരം വീണതാവാൻ ചാൻസ് ഉള്ളൂ. ഞാനെത്തിയപ്പോഴത്തേക്കും റോഡ് ക്ലിയർ ആയിരുന്നു. അവിടെ വെച്ചാണ് ആദ്യമായിട്ട് വേറൊരു ബൈക്ക് കണ്ടത്. കുട്ടനാട്ടിൽ നിന്ന് വാൽപ്പാറയിലേക്ക് പോകുന്ന അമൽ. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ഒരുമിച്ചായിരുന്നു പോയിരുന്നത്. അപ്പോഴേക്കും നല്ലോണം കോട ഇറങ്ങാനും തുടങ്ങി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ഷോളയാർ ഫോറസ്റ്റ് റേഞ്ച് എല്ലാം പറമ്പിക്കുളം ടൈഗർ റിസർവിൻ്റെ ഒരു ബഫർ സോണിൽ പെടുന്നത് തന്നെയാണ്. അങ്ങനെ ഷോളയാർ വനങ്ങളെല്ലാം ക്രോസ് ചെയ്ത് നമ്മൾ ചെല്ലുന്നത് ആനമലൈ ഹിൽസിൽ കിടക്കുന്ന വാൽപ്പാറയിലേക്ക്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ മലക്കപ്പാറയും ഷോളയാർ ഡാമും എല്ലാം വരുന്നത്. പറമ്പിക്കുളം ടൈഗർ റിസർവ്, ആനമലൈ ടൈഗർ റിസർവിൻ്റെ ഇടയിലുള്ള ഒരു ആനത്താര അല്ലെങ്കിൽ എലിഫന്റ് കോറിഡോറിൻ്റെ മെയിൻ സ്ട്രെച്ചാണ് ഈ ഏരിയയൊക്കെ. നമ്മളീ പോകുന്ന റോഡോ ഈ റൂട്ടോ ഒന്നും എല്ലാ കാലത്തും ഇവിടെ ഉണ്ടായിരുന്നൊന്നുമല്ല. മൃഗങ്ങളും ഇൻഡിജീനിയസ് ആയിട്ടുള്ള ട്രൈബൽ മനുഷ്യരൊക്കെ ഉണ്ടായിരുന്ന ഒരു കാട്ടിൽ 1963 സമയത്ത് ഈ ഷോളയാർ ഡാം പണിതോടുകൂടിയാണ് പ്രോപ്പറായിട്ട് റോഡ് പണി നടന്നത്. അതും ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സിനൊക്കെ വേണ്ടി പണിക്കാരെയും സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി. പക്ഷെ അതിനൊക്കെ മുമ്പ് തന്നെ വാൽപ്പാറയിൽ ബ്രിട്ടീഷുകാർ ടീ പ്ലാന്റേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിരുന്നു. അങ്ങനെ ഈ രണ്ട് സൈഡും തമ്മിൽ കണക്ട് ആയതായിരിക്കാം ഇന്നത്തെ നമ്മളൊക്കെ പോകുന്ന ഈ ആതിരപ്പള്ളി വാൽപ്പാറ സ്ട്രെച്ച്. ചെറിയൊരു മരം കൂടി വീണിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മരങ്ങൾ വീഴുന്നുണ്ടെങ്കിലും ആരുടെയും തലയിലേക്കോ വണ്ടിയിലേക്കോ ഒന്നും വീഴാത്തത് ഭാഗ്യം. ഇടയ്ക്ക് അങ്ങനെ ഓരോ ബ്ലോക്കേഡ്സ് ഉണ്ടാവുന്നതുകൊണ്ട് കാറിലുണ്ടായിരുന്ന ചിലരൊക്കെ ആയിട്ട് പരിചയപ്പെടാൻ പറ്റി. കാരണം ഓരോ സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴും നമ്മൾ സെയിം വീണ്ടും കണ്ട ആൾക്കാരെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് ബൈക്ക് ഓടിച്ച് പോകാനുള്ളൊരു ഫ്രീഡം കുറച്ച് നേരത്തേക്കെങ്കിലും പോയി എന്ന് പറയാം. പിന്നെ മഴയൊക്കെ അല്ലേ, ഇവരും ഈ കാറുകളൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോഴും ആദ്യം മരം വീണ ഏരിയ തന്നെ നിൽപ്പുണ്ടാവും. അതെ അതെ. അതുവാ
ഈ പോകുന്ന വഴിക്ക് ഷോളയാർ റിസർവോയറിൻ്റെ ഒരു പൊളപ്പൻ വ്യൂ പോയിന്റ് ഉണ്ട്. ഞാൻ നേരെ അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി. പക്ഷെ നല്ല മഴയും കോട ചെയ്തുകൊണ്ട് ഒന്നും കാണാൻ പറ്റുന്ന അവസ്ഥയായിരുന്നില്ല. കബാലീനെയൊക്കെ കൂടുതലും സ്പോട്ട് ചെയ്യുന്നത് ഈ ഏരിയയിലും സറൗണ്ടിങ്സിൽ നിന്നൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടി പോയപ്പോഴത്തേക്കും വീണ്ടും കാറുകളുടെ നീണ്ട നിര. ഇവിടെ വീണേക്കണ പക്ഷെ വലിയൊരു മരമാണ്. ഇതുവരെ കണ്ടതുപോലെയല്ല. നമ്മളെ കൊണ്ടൊന്നും എടുത്താൽ അങ്ങനെ പൊക്കാനും പറ്റൂല. ഒരു 3.5 മണിക്കൂർ അവിടെ പോയി കിട്ടി. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവരറിഞ്ഞ് വന്ന് പിന്നെ തിരിച്ചു പോയി മെഷീൻ എടുത്തുകൊണ്ട് വന്നു. പിന്നെ മഴയത്ത് മെഷീൻ യൂസ് ചെയ്യാൻ പറ്റില്ലായിരുന്നതുകൊണ്ട് മഴ പോകാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ അത്രയും സമയം കഴിഞ്ഞിട്ടാണ് വണ്ടി എടുക്കാൻ പറ്റിയത്. ഇനി ഇവിടുന്ന് മലക്കപ്പാറയ്ക്ക് വലിയ ദൂരമൊന്നുമില്ല. കേരള തമിഴ്നാട് ബോർഡറിനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന ഏരിയാസാണ് ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെല്ലാം. തമിഴ്നാട്ടിലും നല്ല പേര് മഴയാണെന്ന് ഇവിടെ എത്തിയപ്പോഴത്തേക്ക് മനസ്സിലായി. മലക്കപ്പാറയിലേക്ക് അടുക്കും തോറും ഇങ്ങനെ ചെറിയ സെറ്റിൽമെൻറ്റ്സ് എല്ലാം കണ്ടു തുടങ്ങും. വാൽപ്പാറയിൽ നിന്ന് അധികം ദൂരമൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും മലക്കപ്പാറയ്ക്ക് നമ്മൾ ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ട അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കാറില്ല എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ നമ്മുടെ ആതിരപ്പള്ളി വാൽപ്പാറ ട്രിപ്പ് വരുമ്പോൾ ഇവിടെ എത്തുമ്പോഴാണ് ശരിക്കും നമ്മൾ തിരിച്ച് സിവിലൈസേഷനിലേക്ക് എത്തിയെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. കാരണം പതിയെ പതിയെ ആൾക്കാരെയും കടകളും വീടുകളും എല്ലാം കണ്ടു തുടങ്ങും. ഇപ്പോൾ ഒന്ന് വീണൊരു വെള്ളത്തുള്ളിയില്ലേ കറക്റ്റ് ലെൻസിലേക്ക്, അതാണ് പ്രശ്നം. വെള്ളം തട്ടിത്തെറിപ്പിച്ച് പോകുന്ന എന്തൊരു സ്റ്റിക്കർ ഉണ്ട് റിപ്പൽ ചെയ്യുന്നത്, അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇങ്ങനെ വരില്ല. പക്ഷെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന എൻ്റെ ക്യാമറ അല്ലാത്തതുകൊണ്ട് എക്സ്ട്രാ വർക്കുകളൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. അല്ല അങ്ങോട്ട് പോയിട്ടുണ്ട്. കടന്നുപോയി.
ഇവിടെ മലക്കപ്പാറയിൽ ഇവിടുത്തെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ സ്റ്റേ ചെയ്യുന്ന ചെറിയ ചെറിയ സെറ്റിൽമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും ശരിക്കും കാടിന്റെ നടുക്ക് തന്നെയാണ്. ഷോളയാറും പറമ്പിക്കുളം ടൈഗർ റിസർവും ആനമലൈ ടൈഗർ റിസർവും എല്ലാം കൂടി കൂടിച്ചേർന്നൊരു സ്പോട്ടാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ആനിമൽസിന്റെ ഒക്കെ നല്ല പ്രസൻസ് ഉള്ള ഏരിയയാണ്. സത്യം പറഞ്ഞാൽ മലക്കപ്പാറ തമിഴ്നാട്ടിലാണെന്നാണ് കുറച്ച് നാൾ മുമ്പ് വരെ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ തൃശ്ശൂർ ജില്ലയിലാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഇപ്പം നമ്മളിത് അപ്രോച്ച് ചെയ്യുന്നതാണ് നമ്മുടെ മലക്കപ്പാറയിലെ ഫോറസ്റ്റ് സ്റ്റേഷൻ. ഇവിടെ എത്തി വാഴച്ചാലിൽ തന്ന സ്ലിപ്പ് കാണിക്കണം, എന്നാലാണ് ഇവിടെ നിന്ന് നമുക്ക് റൈഡ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് വാൽപ്പാറയ്ക്ക് ഇനി ഒരു ഏകദേശം 30 കിലോമീറ്റർ അടുത്തുണ്ടാവും. നല്ല പൊരിഞ്ഞ മഴയാണ് മലക്കപ്പാറയിൽ നിന്ന്. ഇനി അങ്ങോട്ട് ഇതുപോലെ ടീ എസ്റ്റേറ്റുകളായിരിക്കും ഇവിടെയും വാൽപ്പാറയിലൊക്കെ. ഞാനങ്ങനെ നേരെ വാൽപ്പാറയിലേക്ക് പോകുന്നതിനിടയ്ക്ക് കോടയൊക്കെ ഒന്ന് ഒതുങ്ങിയപ്പോഴാണ് സൈഡിലെ ചെറിയൊരു പോസ്റ്റിൽ ഒരാളിരിക്കുന്നുണ്ടത്. മലബാർ വിസ്ലിംഗ് ത്രഷ്, ചൂളക്കാക്ക. ഇവരുടെ പാട്ട് കേൾക്കാത്ത അധികം പേരുണ്ടാവില്ല. നമ്മുടെ വെസ്റ്റേൺ ഗാറ്റ്സിൽ മാത്രം എൻഡമിക് ആയിട്ടുള്ള ഒരു പക്ഷിയാണ് ഇവർ. ഒരു മൈനയുടെ ഒക്കെ സൈസ് ഉണ്ടാവും. ഈ പാട്ട് ആദ്യം കേട്ടാൽ നമ്മൾ പെട്ടെന്ന് ആരെങ്കിലും വിസിറ്റ് അടിക്കുന്നതെന്ന് വിചാരിക്കുള്ളൂ. ഇവിടുന്ന് കുറച്ചങ്ങ് നീങ്ങുമ്പോഴത്തേക്കും നമ്മൾ കേരള തമിഴ്നാട് ബോർഡറിലെത്തും. ഈ ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ തന്നെ ആദ്യം വരുന്നത് അപ്പർ ഷോളയാർ ഡാമാണ്. ലോവർ ഷോളയാർ ഡാമിൻ്റെ വ്യൂ പോയിന്റിലാണ് ഞാൻ നേരത്തെ വണ്ടി നിർത്തിയിട്ട് കോട കാരണം ഒന്നും കാണാൻ പറ്റായിരുന്നത്. അത് കേരളത്തിലാണ്. അപ്പർ ഷോളയാർ ഡാം തമിഴ്നാട്ടിലും. അതായത് ഇവിടുന്ന് വെള്ളം നേരെ പോയി ലോവർ ഷോളയാർ ഡാമിലെത്തി അവിടെ നിന്ന് പിന്നെ പെരിങ്ങൽകുത്ത് ഡാമിലേക്ക് പോകും. പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാരൊക്കെ വന്നിട്ടാണ് അവരിവിടെ ടീ പ്ലാന്റേഷനുകളെല്ലാം തുടങ്ങിയത്. അതിനുശേഷമാണ് പതിയെ വാൽപ്പാറ എസ്റ്റേറ്റുകളും ബംഗ്ലാവുകളൊക്കെ ആയിട്ട് വളർന്നു വന്നത്. ഇന്ന് നമുക്കിവിടെ വാൽപ്പാറയിൽ വരുമ്പോൾ ഇതൊരു ഫുള്ളി പ്ലാന്റേഷൻ ടൗണായി മാറിക്കൊണ്ടിരിക്കുന്നത് കാണാം. ഈ എസ്റ്റേറ്റുകളൊക്കെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഇന്ത്യൻ കമ്പനികൾക്ക് കൈമാറിയൊക്കെ ചെയ്തെങ്കിലും ഇവിടുത്തെ ലോക്കൽസ് ആയിട്ടുള്ള തൊഴിലാളികളുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. പക്ഷെ ടൂറിസം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഊട്ടിയും മൂന്നാറൊക്കെ പോലെ മാസ് ടൂറിസം കൊണ്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഇന്നും കാടിൻ്റെ നടുക്ക് ആനമലൈ ടൈഗർ റിസർവിൽ വാൽപ്പാറ കോയമ്പത്തൂർ ജില്ലയിൽ ഒരു ചെറിയ താലൂക്കായിട്ട് ഇങ്ങനെ കിടക്കുന്നു.
ഞാനിവിടെ വന്ന് ഫുഡൊക്കെ അടിച്ചിട്ട് നേരെ പൊള്ളാച്ചി വഴി തിരിച്ച് ഇന്ന് തന്നെ വീട്ടിലെത്താമെന്നാണ് വിചാരിച്ചേ. പക്ഷേ ഈ മഴയത്ത് ഇവിടെ എത്തി ആകെ നനഞ്ഞു കുളിച്ച് മടിയായതുകൊണ്ട് റൂം എടുത്ത് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. വാൽപ്പാറ ടൗണിൽ ഒരുപാട് റൂംസ് ഉണ്ടെങ്കിലും ഒന്ന് തിരക്കിന്ന് മാറി നിൽക്കാന്ന് കരുതി വാൽപ്പാറ ടൗണിന് പാരലായിട്ടുള്ള റോഡുണ്ട്, റൊട്ടിക്കട എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ വന്ന് റൂം എടുത്തു. ഇത് വാൽപ്പാറയിലെ ആനിമൽസ് ഒക്കെ ഇറങ്ങുന്ന ഒരു ഏരിയ ആണെങ്കിലും നല്ല മഴയും കോടയായതുകൊണ്ട് അങ്ങനത്തെ പ്രതീക്ഷകളൊന്നും ഉണ്ടായില്ല. വൈകിട്ട് 2 വേഴാമ്പലുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അപ്പോഴും നല്ല മഴയായിരുന്നു. പിറ്റേന്ന് രാവിലെ ഒരു 8 മണിയോട് കൂടി ഞാൻ തിരിച്ചു റൈഡ് തുടങ്ങി. ഇനി ആദ്യം പൊള്ളാച്ചിയിലെത്തണം. അതിന് ഹെയർ പിൻസ് എല്ലാം ക്രോസ് ചെയ്ത് താഴെ ആളിയാർ ഡാമിൻ്റെ അവിടെ എത്തണം. അവിടുന്ന് പൊള്ളാച്ചി, കൊല്ലങ്കോട്, നെന്മാറ വഴി എറണാകുളത്തേക്ക് നമുക്ക് എളുപ്പത്തിലെത്താം. കൊല്ലങ്കോട് വരെ വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്തിരുന്നെങ്കിലും എനിക്കിനി എഡിറ്റ് ചെയ്യാനുള്ള എനർജി ഇല്ല. അതുകൊണ്ട് ഇവിടെ നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്.